സമാധാന കരാറിലേക്ക് അടുക്കുകയാണെന്ന് അവകാശവാദവുമായി വീണ്ടും ട്രംപ്. സമ്പുഷ്ട യുറേനിയം കൈമാറാമെന്നാണ് ഇറാൻ സമ്മതിച്ചു എന്ന് ട്രംപ് പറയുന്നത്. ന്യൂക്ലിയർ ഡസ്റ്റ് തിരികെ നൽകാം എന്നവർ സമ്മതിച്ചു എന്നാണ് തൻ്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നത്. ആണവായുധ മോഹം ഇറാൻ ഉപേക്ഷിക്കും. അതുമാത്രമല്ല 20 വർഷം എന്നുള്ള കണക്കും, അതുമാത്രമല്ല 20-ന് മുകളിൽ സമയം ഇനിയുള്ള ഭാവിയിൽ ഒരിക്കലും ആണവായുധങ്ങളുമായി ഇറാൻ മുന്നോട്ട് വരില്ല. ആണവ സാമഗ്രികൾ കൈമാറും എന്നും ട്രംപ് പറയുന്നു. ഒപ്പം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്ന് ലോകരാജ്യങ്ങൾക്ക് നൽകാൻ ഇറാൻ യാതൊരു ഉപാധികളുമില്ലാതെ സമ്മതിച്ചു എന്നും ട്രംപ് പറയുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗജന്യമായി എണ്ണ നൽകുമെന്ന ഉറപ്പും അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ നേരിട്ട് താൻ ഇസ്ലാമാബാദിലെത്തി കരാറിൽ ഒപ്പുവെച്ചും, പക്ഷേ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം. ഇതൊക്കെ ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നത് വീണ്ടും ആക്രമണം എന്ന് തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇറാൻ അംഗീകരിക്കാൻ പറ്റുന്ന ആവശ്യങ്ങളാണോ ഇതൊക്കെ നേരത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ഈ ട്രംപ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളിലൂന്നിയാണ് ഈ തർക്കം ഇങ്ങനെ തുടരുകയും യുദ്ധത്തിലേക്കും മറ്റും എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് അംഗീകരിക്കത്തക്ക രീതിയിൽ ഒരു തരത്തിലും ഇറാൻ അനുവദിക്കാൻ ഇടയില്ലല്ലോ. ഒരിക്കലുമില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ചതല്ലാതെ ഇറാൻ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുള്ളതായിട്ട് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതെല്ലാം ട്രംപ് പല കാലയളവിൽ പല അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പുതിയൊരു അവകാശവാദമായി മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ചർച്ചകൾ വഴിമുടങ്ങി പോകാനുള്ള പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാരണങ്ങളിലൊന്നായിരുന്നു ഈ ആണവോർജം സംബന്ധിച്ചുള്ള വിഷയം. അതായത് US ഇറാന് മുന്നിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് അടുത്ത 20 വർഷത്തേക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത്. 2015 അമേരിക്കയും ഇറാനും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അതിൽ നിന്ന് ട്രംപ് സ്വമേധയാ പിന്മാറിയാണ് ഇപ്പോഴുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഉപാധിയിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ട്രംപ് പറയുന്നത് 20 വർഷത്തേക്ക് ഒരു ആണവോർജം ഇറാൻ കൈവശം വയ്ക്കാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ട്രംപ് പുതുതായി ഉന്നയിക്കുന്ന അവകാശവാദം എന്ന് പറയുന്നത് 20 വർഷം എന്നല്ല, ഇനി ഒരിക്കലും ഭാവിയിൽ ഒരിക്കലും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കരുത് എന്നുള്ള ഒരു കരാറിലേക്കാണ് നിലവിൽ എത്തിച്ചേരാൻ പോകുന്നത്. അത് സംബന്ധിച്ച് ഇറാൻ നിലവിൽ പല വ്യവസ്ഥകളും സമ്മതിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം ഈ വ്യവസ്ഥയും അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ചർച്ച വഴിമുടങ്ങി പോയത് ഇറാൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ തന്നെയായിരുന്നു. ഇറാൻ പറയുന്നത് ഈ 20 വർഷമൊന്നും തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അടുത്ത 5 വർഷത്തേക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്നൊരു വ്യവസ്ഥയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അത് അമേരിക്കയ്ക്ക് ഒരിക്കലും സ്വീകാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ ചർച്ച പാതി വഴിയിൽ ഈ പരാജയപ്പെടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം. നിലവിൽ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ 20 വർഷം എന്നല്ല, ഇനി ഒരിക്കലും ആണവായുധം കൈവശം ഇറാൻ വയ്ക്കില്ല. അതുപോലെ അമേരിക്ക അവരുടെ നിരവധി B2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആണവ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. അപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ന്യൂക്ലിയർ ഡസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ ഇറാന്റെ കൈവശമുള്ള യുറേനിയം, അത്തരം കാര്യങ്ങളെല്ലാം US-ന് കൈമാറണം. അത്തരം ഒരു വ്യവസ്ഥകളാണ് ട്രംപ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാൻ ആദ്യഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ചർച്ചകൾ മുടങ്ങി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഇത്തരം കടുംപിടുത്തങ്ങളായിരുന്നു. 5 വർഷം എന്നുള്ള ഒരു സമയപരിധി ഇറാൻ പറഞ്ഞിട്ടും അത് അംഗീകരിച്ചില്ല. ഇപ്പോഴിതാ വീണ്ടും 20 വർഷം എന്നല്ല, ഇനി ഒരിക്കലും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇറാൻ അംഗീകരിക്കാനുള്ള സാധ്യത അത് വളരെയധികം കുറവാണ്. പിന്നെ ഹോർമുസിന്റെ വിഷയം, അതൊക്കെ ഇതൊക്കെ ഇറാൻ പിന്നീടും കുറച്ചെങ്കിലും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യവസ്ഥ യാതൊരു ഉപാധികളുമില്ലാതെ ഹോർമുസ് തുറക്കണമെന്നതാണ്. പക്ഷേ ഇറാൻ പറയുന്നത് IRGCയുടെ ഒരു നിയന്ത്രണം ഹോർമുസിൽ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഹോർമുസ് അടക്കമുള്ള പല വിഷയങ്ങളിലും പിന്നെയും വിട്ടുവീഴ്ച ഉണ്ടായാലും ഈ ആണവായുധം സംബന്ധിച്ചുള്ള വിഷയം അത് ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല.
ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പാകിസ്ഥാനോടാണ് ഇത്തരത്തിൽ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയിരുന്നു. അപ്പോൾ അസീം മുനീറിനോടും ഇറാൻ തങ്ങളുടെ പുതുതായിട്ടുള്ള അടുത്ത ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി തങ്ങൾക്ക് പറയാനുള്ള 2 ഉപാധികൾ മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും നേരത്തെ അജയ്, നേരത്തെ കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് വന്ന അമേരിക്കയുടെ പ്രതിനിധി സംഘത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലായിരുന്നു. ആ അവകാശം അവർക്ക് നൽകണം. കാരണം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളിൽ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് കാര്യങ്ങൾക്കൊരു ധാരണ എത്തണം എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. മറ്റൊന്ന്, ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഉപരോധം അത് പിൻവലിക്കണം. ഇതാണ് ഇറാന്റെ ആവശ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ നമുക്കറിയാം 15 കരാറുകൾ, 15 നിർദ്ദേശങ്ങൾ അമേരിക്ക നേരത്തെ മുന്നോട്ട് വെക്കുന്നു. അതിന് പകരമായി 10 നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെക്കുന്നു. അത് ധാരണയിലെത്താതെ ഒന്നാം ഘട്ട ചർച്ച പിരിയുന്നു. ഇപ്പോൾ അമേരിക്ക ഇങ്ങോട്ട് 3 നിർദ്ദേശം വെക്കുകയാണ്. അതായത് ഒന്ന്, എന്താണ്, സൗജന്യമായി എണ്ണ നൽകണം എന്ന് ട്രംപ് പറയുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും അമേരിക്ക കൈമാറണം എന്ന് പറയുന്നു. ഹോർമുസിന്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്ക് നൽകണമെന്ന് പറയുന്നു. ഇത് 3ഉം ഇറാൻ സമ്മതിക്കാൻ തരമില്ല. തിരിച്ച് അങ്ങോട്ട് പറയുന്ന 2 കാര്യങ്ങളിൽ വേണമെങ്കിൽ ഒരെണ്ണം സമ്മതിക്കാം, മറ്റൊന്ന് വളരെ പ്രധാനമാണ്, ഉപരോധം അവസാനിപ്പിക്കുക. പക്ഷേ എന്തെങ്കിലും ഉറപ്പുകളില്ലാതെ അമേരിക്ക ഇതിനും സമ്മതിക്കാൻ സാധ്യതയില്ല. അപ്പോൾ വീണ്ടും പ്രതിസന്ധികൾ പാകിസ്ഥാന് മുന്നിൽ കൂടുകയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥന്റെ റോൾ വഹിക്കുന്നത് അത് നമുക്കറിയാം. അവർ പലതവണ അത്തരമൊരു മുഖം മൂടി എടുത്തണിഞ്ഞിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉൾപ്പെടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചതാണ് പാകിസ്ഥാനിലുള്ള ഭീകര കേന്ദ്രങ്ങൾ, അതുപോലെ എങ്ങനെയാണ് അവർ ലോകത്തിലേക്ക് ഒരു ഭീകര കയറ്റുമതിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നത് എന്നെല്ലാം ഇന്ത്യ തുറന്നു കാണിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീകരതയ്ക്ക് വളം നൽകുന്ന രാജ്യം എന്നുള്ള അവരുടെ ഇമേജിൽ നിന്ന് മാറി സമാധാനത്തിന്റെ ദൂതന്മാർ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിലൊക്കെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ നിലവിൽ ഈ ചർച്ചയിൽ അടുത്ത ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന US പ്രതിനിധികൾ അവർക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ കഴിഞ്ഞ തവണ തന്നെ JD വാൻസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. അതായത് അവർ നിരന്തരം ട്രംപുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷമായിരുന്നു ഇവിടെ അവർ തുടർ ചർച്ചകൾ നടത്തിയിരുന്നത്, തുടർ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. പക്ഷെ അങ്ങനെ നടക്കില്ല. പൂർണ്ണമായിട്ടും ഇവർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകളെ തന്നെ ചർച്ചയ്ക്ക് അയക്കണം എന്നതാണ് ഇറാന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫും അതുപോലെ തന്നെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ, പിന്നെ വിദേശകാര്യമന്ത്രി, ഇവരൊക്കെയാണ്. ഇവർക്കൊക്കെ സ്വയം തീരുമാനമെടുക്കാൻ പിന്നെയും സാധിക്കും. പക്ഷേ US-ന്റെ പ്രതിനിധികൾക്ക് ഇത്തരം ഒരു കാര്യം സാധിക്കില്ല. അപ്പോൾ അത് തന്നെയാണ് ഇറാൻ ഒരു ന്യൂനതയായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇറാൻ പുതിയ ഉപാധികളായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. പക്ഷേ US-ന്റെ ഉപാധികൾ എന്ന് പറയുന്നത് ഈ ആണവോർജം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇത് രണ്ടും പരസ്പരമായിട്ടൊരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന വിഷയങ്ങളാണ്. ഇറാൻ ഒരിക്കലും സമ്മതിക്കാത്ത വിഷയമാണ് ഒന്ന് ഹോർമുസിന്റെ കാര്യം. ഹോർമുസിൽ അമേരിക്കൻ നിയന്ത്രണം എന്ന് പറയുന്നത് അത് ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് ഇറാൻ സമ്മതിക്കാൻ സാധ്യതയില്ല. IRGC-യുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ പോലും ഒരു അദൃശ്യ കരങ്ങൾ ഈ ഹോർമുസ് കടലിടുക്കിൽ വേണം എന്നത് ഇറാൻ ആഗ്രഹിക്കും. കാരണം അത് തന്നെയാണ് അവരുടെ സുരക്ഷയുടെ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ആണവോർജ്ജം സംബന്ധിച്ചുള്ള കാര്യം, അത് കഴിഞ്ഞ തവണ തന്നെ ഇറാൻ നയം വ്യക്തമാക്കിയതാണ്. 5 വർഷത്തേക്ക് വേണമെങ്കിൽ ആണവായുധം ഉണ്ടാക്കാതിരിക്കാം, പക്ഷെ അതിനുശേഷം ഇറാന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന ആണവോർജ്ജം സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഇത്തരം ഈ ട്രംപിന്റെ പുതിയ അവകാശവാദത്തിന് എത്ര സമയത്തെ ആയുസ്സുണ്ട് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അതിന് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് ഇറാന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ആയുസ്സിനെ സംബന്ധിച്ചൊരു വ്യക്തത കിട്ടും. ഇതിനിടയിൽ ഇസ്രായേലിലും ലെബനനും തമ്മിൽ നമുക്കറിയാം, ഈ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണല്ലോ ഈ സമാധാന കരാറിൽ നിന്നും വെടിനിർത്തലിൽ നിന്നും മറ്റുമൊക്കെ ഒന്നാം ഘട്ട ചർച്ചയും മറ്റുമൊക്കെ പിറകോട്ട് വലിച്ചത്. ഇതിപ്പോൾ ട്രംപ് പറയുന്നത് താൻ ഇടപെട്ട് 10ാമത്തെ യുദ്ധവും അവസാനിപ്പിച്ചു, ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായി എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ന്യൂയോർക്ക് ടൈമാണ് നിലവിൽ വരും എന്നും ട്രംപ് പറയുന്നുണ്ട്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഇക്കാര്യം സംസാരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രൂത്ത് സോഷ്യൽ ഇക്കാര്യം പങ്കുവെക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഹിസ്ബുള്ളയെക്കുറിച്ച് ഹിസ്ബുള്ളയെ ആക്രമിക്കുമോ, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമണം നടത്തുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പ് പറയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഇത് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനകം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ലബനനിൽ വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ്. 2 സ്ത്രീകൾ ഉൾപ്പെടെ ഏതാണ്ട് 5ഓളം ആളുകൾ ഇതിനകം മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തുടർച്ചയായി ഖിയാം, ഡിബൈൻ പട്ടണങ്ങൾ, ഈ ഖിയാമിലും ഡിബൈനിലും, ഖിയാം നമുക്ക് നേരത്തെ അറിയാം ഹിസ്ബുള്ളയുടെ തലസ്ഥാനം എന്നൊക്കെയാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഷെല്ലാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാവുകയാണ്. ദേശീയ വാർത്താ ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഒപ്പം ഹിസ്ബുള്ളയുടെ ലോഞ്ചറുകൾ ആക്രമിച്ചു എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ട്രംപ് പറയുന്നത് താൻ 10ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു, 9 യുദ്ധങ്ങളും അവസാനിപ്പിച്ചതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നും മറ്റും പറയുന്ന ട്രംപ് പക്ഷേ ഇസ്രായേലിനെ ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നുള്ളതിൽ അല്പം പരാജയപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അജയ്, ഇപ്പോൾ ഈ ലബനൻ ഇസ്രായേൽ 10 ദിവസത്തേക്കാണ് സമാധാന കരാർ എന്നുള്ളത്. നമുക്കറിയാം നേരത്തെയും ലബനനെ നേരിട്ട് ആക്രമിക്കുകയല്ലാതെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നടത്തുന്ന ആക്രമണത്തിലാണ് പലപ്പോഴും സാധാരണക്കാർ കൊല്ലപ്പെടുന്നത്. പക്ഷേ അത് ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ആക്രമണങ്ങളുണ്ട്. US സമയം അനുസരിച്ചാണ് ഇന്ന് വൈകിട്ട് 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. പക്ഷേ ഇപ്പോൾ ഈസ്റ്റേൺ ടൈം അനുസരിച്ച് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു വെടിനിർത്തൽ. ഇപ്പോൾ ഇന്ത്യൻ ടൈം അനുസരിച്ച് നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് ഇപ്പോ ഈ ലെബനിലുള്ള ടൈം അനുസരിച്ച് നോക്കിയാലും ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന്റെ സജീവമായിട്ടുള്ള ഷെല്ലാക്രമണം ഉൾപ്പെടെ തെക്കൻ ലെബനിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും വ്യാപകമായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത് ആക്രമണം ഇത്തരത്തിൽ ഇസ്രായേൽ തുടരുകയാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള അവകാശം ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്ന് അവർ അറിയിച്ചിരുന്നു. നേരത്തെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഈ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിലും ഒരു വ്യക്തതയില്ലായ്മയുണ്ടല്ലോ. കാരണം ഹിസ്ബുള്ളയെ തുടർച്ചയായി ആക്രമിക്കും എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്, ഹിസ്ബുള്ള തിരിച്ച് ആക്രമിക്കുമെന്ന് പറയുന്നു. പക്ഷേ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ലബനൻ പ്രധാനമന്ത്രി അടക്കം ഇക്കാര്യം സ്വാഗതം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ട്രംപ് പറഞ്ഞതുപോലെ ലബനിലേക്കുള്ള ആക്രമണമൊന്നും ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഹിസ്ബുള്ള ഈ സമയപരിധിക്ക്, അതായത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഈ 10 ദിവസത്തെ പീരീഡിൽ ഹിസ്ബുള്ള ഒരു സംയമനം പാലിക്കണം എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അതായത് ഹിസ്ബുള്ളയോട് ആക്രമിക്കരുതെന്ന് ട്രംപ് പറയുന്നു. അതേസമയം ഇസ്രായേൽ ഇവിടെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു നയം തന്നെയാണ് പലപ്പോഴായി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും ഷെല്ലാക്രമണം അടക്കം രൂക്ഷമാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഈ വെടിനിർത്തൽ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. കാരണം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തന്നെയാണ് ഇസ്രായേൽ നേരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അവിടേക്ക് തന്നെ ഷെല്ലാക്രമണം തുടരുന്നത് കൊണ്ട് എന്താണ് അവർ ഇക്കാര്യം ഈ വെടിനിർത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ട്രംപ് ഹിസ്ബുള്ളയോട് വെടിവെക്കരുതെന്ന് പറയുന്നു, അതേസമയം ഇസ്രായേലിന് വെടിവെക്കാമോ? അത്തരമൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിസ്ബുള്ള തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇതിനു മുൻപേ അവർ പറഞ്ഞിരുന്നത് ഈ വെടിനിർത്തൽ കാലയളവിൽ അവരുടെ നിരീക്ഷണം അത് ശക്തമായി തന്നെ തുടരും എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു. ഹിസ്ബുള്ളയും വെടിനിർത്തലിന് തയ്യാറായി രംഗത്ത് വന്നതുമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ നിലവിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു. വെടിനിർത്തൽ വന്നിട്ട് മണിക്കൂറുകളേറെയായി, പക്ഷേ ഇപ്പോഴും അത് തുടരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇനി അടുത്ത ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ച അത് ലെബനന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ഔണും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നേരിട്ട് US-ലെത്തി നടത്തുന്ന ചർച്ചയാണ്. 34 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന സുപ്രധാനമായിട്ടുള്ള ചർച്ച എന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സമാധാനമില്ലാത്ത സാഹചര്യം തുടർന്നാൽ ആ ചർച്ചയുടെ ഭാവി എന്താകും? ഈ 10 ദിവസത്തെ വെടിനിർത്തൽ അതിന്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യങ്ങളും കൂടിയുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത് ട്രംപിന്റെ 2 അവകാശവാദങ്ങളാണ് ഇന്ന്. ഒന്ന്, ഞങ്ങൾ ഇറാനുമായി സമാധാന കരാറിലേക്ക് എത്തുന്നു, അതിന് നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പുറത്ത് 10ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു, അത് ലബനനും ഇസ്രായേലും തമ്മിലുള്ളതാണ്. ഇത്തരത്തിലുള്ള കിറുക്കൻ പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തും തുടരുന്നു എന്നുള്ളതാണ് ആത്യന്തിക ഫലം. ഇതിനിടയിൽ ട്രംപിന്റെ പുതിയൊരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു. ഫോൺ സംഭാഷണം ഏറെ ക്രിയാത്മകമായിരുന്നു. മോദിയുമായി നന്നായി സംസാരിച്ചു. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഒപ്പം മോദിയും ഈ വിഷയത്തിൽ ട്രംപുമായി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. രാജ്യാന്തര കടൽപ്പാതകൾ തുറന്നു കിടക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റുമാണ് ചർച്ചയായത് എന്നും മോദി പറഞ്ഞിരുന്നു. ഒപ്പം സമാധാന ചർച്ചകൾക്കായി US വൈസ് പ്രസിഡന്റിനെയും JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ഡാൻ റെയ്സിൻ എന്നിവരുൾപ്പെടെയുള്ള ഒരു സംഘത്തെ കൂടി താൻ നിയോഗിച്ചിട്ടുണ്ട്. 9 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് എനിക്ക് അഭിമാനമുണ്ട്.
ഇസ്രായേലും ലെബനനും തമ്മിലുള്ളത് 10ാമത്തെയാണ്, നമുക്കത് നേടണം എന്നൊക്കെയാണ് ട്രംപിൻ്റെ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നതിന്റെ പശ്ചാത്തലം കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. US ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ച ഉടൻ നടന്നേക്കില്ല എന്നുള്ള സൂചനകൾ കൂടി ഇന്നലെ വന്ന പാകിസ്ഥാന്റെ ചില പരാമർശങ്ങളിൽ നിന്ന് ഉണ്ട്. അസിം മുനീർ ഇപ്പോൾ ഇറാനിൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് വരികയാണ്. അതിലൊരു ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല. ഒപ്പം ഹോർമുസിലെ വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ദീർഘകാല കരാർ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അത് ഇരുപക്ഷവും കൂടുതൽ അടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും എപ്പോൾ, എന്ന്, എവിടെ വെച്ച് സമാധാന ചർച്ചകൾ എന്ന കാര്യത്തിൽ ഒരു ധാരണയില്ല. നമുക്കറിയാം, നേരത്തെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ പാകിസ്ഥാൻ നൽകിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ ഉപാധികൾ കേന്ദ്രീകരിച്ച് വേണം പുതിയ ചർച്ചയ്ക്ക് കളമൊരുക്കാൻ. അത് ഇപ്പോൾ പാകിസ്ഥാൻ സംഘം, ഇറാനിൽ തുടരുന്ന അസിം മുനീർ അടക്കമുള്ള പാകിസ്ഥാൻ സംഘം അവിടെ ഇറാനിലെ നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ അതിനോട് എത്രത്തോളം യോജിപ്പ് അവർക്കുണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതിനിടയിൽ ഇറാനെതിരെയുള്ള കപ്പൽ ഉപരോധം അമേരിക്ക വ്യാപിപ്പിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് നിയമവിരുദ്ധമെന്ന് കരുതുന്ന ചരക്കുകൾ ഉൾപ്പെടുത്തിയുള്ള ഉപരോധമാണിപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നത്. ഇറാൻ തീരത്തേക്ക് എത്തുമെന്ന് സംശയിക്കുന്ന ഏതു കപ്പലിനെയും തടഞ്ഞു നിർത്തും, പരിശോധിക്കും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. ആയുധങ്ങൾ, ആയുധ സംവിധാനങ്ങൾ, വെടിക്കോപ്പുകൾ, ആണവ വസ്തുക്കൾ, അസംസ്കൃത എണ്ണയും ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങളും, ഇരുമ്പ്, ഉരുക്ക്, അലൂമിനിയം, അങ്ങനെ നിരോധിതമായി US കരുതുന്ന വസ്തുക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അജയ്, ഇപ്പോൾ നമുക്കറിയാം ഉപരോധം തുടരുകയാണ്. US-ന്റെ വലിയ സേനാവിന്യാസം ഈ മേഖലയിലുണ്ട്. ഇതിനകം തന്നെ 14ഓളം കപ്പലുകളെ തിരിച്ചുവിട്ടു എന്ന് US പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഉപരോധം പാലിക്കാത്ത കപ്പലുകൾക്കെതിരെ സൈനിക ശേഷി ഉപയോഗിക്കുമെന്ന് വീണ്ടും അവർ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ട്. നിരവധി കപ്പലുകൾ ഇതുവഴി പോകാൻ സാധിക്കാതെ മടങ്ങുന്നു എന്നുള്ളത് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്, ഇറാനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ US-ന്റെ പ്രകോപനങ്ങൾ അത് തുടർച്ചയായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ അടുത്ത ഘട്ട ചർച്ചകൾ എപ്രകാരമാകും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ഉപരോധം തുടർന്നുകൊണ്ട് ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് ചോദ്യമാണ്. കാരണം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികളിൽ തന്നെ പ്രധാനപ്പെട്ടത് US ഈ ഉപരോധം അവസാനിപ്പിക്കണം എന്നതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, CNN വേൾഡ് ആണ് ഇത്തരം ഒരു വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ പോലും ഇറാനിയൻ ബന്ധമുള്ള കപ്പലുകൾ 4 എണ്ണം ഹോർമുസ് ക്രോസ് ചെയ്ത് പോയി എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. 4 എണ്ണ കപ്പലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വളരെ വലിയ ഒരു ഷിപ്പ് റൈസ് എന്ന ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് കടക്കാൻ ആയി എന്നുള്ള ഒരു സന്തോഷകരമായ വിവരം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരു 4 കപ്പലുകൾ എന്തായാലും ഇറാനിയൻ തീരത്ത് നിന്ന് നിലവിൽ ഹോർമുസ് കടന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ ഉപരോധം നിലവിൽ പൂർണ്ണമായിട്ടില്ല എന്നൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. നിരവധി കപ്പലുകളെ US തടഞ്ഞുവെങ്കിലും 4 കപ്പലുകൾ മേഖലയിലൂടെ കടന്നുപോയതായിട്ട് CNN വേൾഡ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഇത്തരം ഒരു ഉപരോധം കൂടി പൊളിഞ്ഞു പോകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ചൈനീസ് കപ്പലുകൾ ഹോർമുസ് കടലെടുക്ക് വഴി US ഉപരോധത്തെ വകവയ്ക്കാതെ കടന്നുപോയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും 4 കപ്പലുകൾ കൂടി ഇറാനിയൻ തീരത്ത് നിന്ന് ഹോർമുസ് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപരോധം അത് പൂർണ്ണമാകുന്നുമില്ല. നിരവധി കപ്പലുകൾ മേഖലയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. പക്ഷേ തീർച്ചയായും US-ന്റെ ഉപരോധം അത് ഇറാനെ സാമ്പത്തികമായി ഒന്ന് പിടിച്ചു കുലുക്കുന്നതുമാണ്. ഈ ഒരു ഭീഷണികളും ഉപരോധവും അതുപോലെ തന്നെ വൻ സൈനിക വിന്യാസം, ആയുധശേഷി, ഇതെല്ലാം വെച്ച് അമേരിക്ക ഭീഷണി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ അടുത്ത ഘട്ട ചർച്ചകൾ അതൊരു ചോദ്യം തന്നെയാണ്. ഇറാൻ ഈ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അമേരിക്ക താൽക്കാലികമായെങ്കിലും ഉപരോധം അവസാനിപ്പിക്കുമോ എന്നുള്ളത് നിലവിൽ വ്യക്തമായിട്ടില്ല. ട്രംപ് അത്തരം ഒരു സൂചനകളൊന്നും നൽകുന്നില്ല. ഉപരോധം തുടരും എന്ന് തന്നെയാണ് US-ന്റെ ഭാഗത്തു നിന്നുള്ള വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവെക്കാൻ തുടരുക.